കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം തംബ്നെയിൽ പോലെ തന്നെ ബ്ലൗസ് പീസ് കൊണ്ട് ഒരു ടോപ്പ്, ഒരു 2 ഫ്രോക്ക്, അതായത് കുട്ടികൾക്കുള്ള 2 ഫ്രോക്കും തയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ദേ സാരിയിൽ നിന്നെടുക്കുന്ന വിത്ത് ബ്ലൗസ് ഇല്ലേ, അതിൻ്റെ തുണിയാണ്. അപ്പം 4 സാരിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് 3 പേർക്കും ഡ്രസ്സ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് പറയട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്തേക്കും. അപ്പോൾ എന്തായാലും വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഈ ടോപ്പിൽ ഞാൻ മിറർ വർക്കും ചെയ്യുന്നുണ്ട്. മിറർ വർക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ്. അത്യാവശ്യം ഞാൻ വലിയ പ്രൊഫഷണൽ തയ്യക്കാരിയൊന്നും അല്ല, എങ്കിലും അത്യാവശ്യം ഞാൻ എൻ്റെയും കുട്ടികളുടെയും കുറച്ചൊക്കെ പുറത്തോട്ടും തയ്ച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. അത്യാവശ്യം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെറിയ തയ്യലിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇത് ഞാൻ എന്തായാലും മിറർ വർക്ക് ആദ്യമായിട്ട് ചെയ്യുവാണ്. വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെയും പറയുവാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഈ തുണി കൊണ്ടാണ്, ഇതുപോലത്തെ തുണി കൊണ്ടാണ് കേട്ടോ തയ്ച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ടോപ്പ് ഞാൻ തയ്ച്ചു വെച്ചിട്ടുണ്ട്. വീനെക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വീനെക്ക് തയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മിറർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇതിട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിൽ ഞാൻ തയ്ച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് 2.5 മീറ്റർ അത് പിള്ളേർക്ക് പിന്നെ അതിൽ നിന്നൊക്കെ മിച്ചമുള്ളത്. എനിക്കധികം വണ്ണം ഇല്ലാത്തത് കൊണ്ട് അതിൽ നിന്നൊക്കെ മിച്ചമുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ തട്ടിക്കുട്ടിയിട്ട് 2 ഫ്രോക്ക് തയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇളയ ആളുടേത് ഞാൻ വീനക്ക് തന്നെ തയ്ച്ച് മേൽഭാഗം, അതായത് മിറർ വർക്ക് ചെയ്യേണ്ടത് കൊണ്ട് ഇത്രയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ മിറർ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ മിറർ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മുണ്ടാണ് കേട്ടോ, ഒരു കാവ്യ മുണ്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് വെച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ വലിയൊരു മിററും പിന്നെ ഒരു കുഞ്ഞു മിററും ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ഞാൻ ട്രയലായിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ചെറിയ മിററൊക്കെ ഞാനിത് സ്പ്രെഡായിട്ടുള്ള രീതിയിൽ ഞാനിങ്ങനെ വെച്ച് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ്, ഇതൊക്കെ ചെയ്താൽ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത്. കാര്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മിറർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്തേക്കുന്ന പശ ഇത് 2 എനിക്കിതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. ആ B7000 എന്ന് പറയുന്ന ആ ഒരു പശ ഉണ്ടോ, ഞാൻ അതാണ് ഇതിനകത്തേക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്തേക്കുന്ന പശ. സൂപ്പറാണ്. കാരണം എന്താ പറയുക, പെട്ടെന്നൊന്നും ഇളകിപ്പോകുന്ന ടൈപ്പല്ല. പക്ഷേ മറ്റേത് ഞാനിതിനകത്ത് റിസ്ക് എടുത്തില്ല. കാര്യം ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇതാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫൈനലി ഞാനിത് ഇത്ര ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റേ ആ സ്പ്രെഡായിട്ട് കിടക്കുന്നതൊക്കെ ഞാൻ മാറ്റി. എനിക്ക് എന്തോ ഒരു ഇഷ്ടപ്പെട്ടില്ല. കാര്യം വേറൊന്നുമല്ല, കുഞ്ഞിതൊക്കെ എല്ലാം മൊത്തം പറിച്ചെടുത്ത് കളയാതെ അടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതും റിസ്ക്. അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ചെയ്തേക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ അടിയിൽ വേറെ എന്തെങ്കിലും കട്ടിയുള്ള സംഭവം വെച്ചിട്ട് വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാൻ. കാര്യം അതിൻ്റെ അടിയിൽ കൂടി ഒട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊന്ന് വെയിലത്ത് കൂടിയിട്ട് ഉണക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഡ്രസ്സ് ഇതാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. സിമ്പിളായിട്ടുള്ള എന്താ പറയുക, മിറർ വർക്കാണ് ചെയ്തേക്കുന്നത്. അത് ഇളയാൾ ഇതെല്ലാം പറിച്ച് കളയും. പിന്നെ കൂടുതലായിട്ടുള്ള ഹെവിയൊക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിന് ഞാൻ ഇത് ഒന്ന് യൂസ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് എന്തോ ഒരു പേടി, വേണ്ടാന്ന് റിസ്ക് എടുക്കാൻ വയ്യ. അങ്ങനെ ആ B7000 ആ സംഭവം ആ പശേനാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. പിന്നെ മൂത്താളുടെ ഡ്രസ്സ് ഞാൻ ഓൾമോസ്റ്റ് തയ്ച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ തയ്ക്കുന്നതിൻ്റെ വീഡിയോ എടുത്തില്ല. ഈ മിറർ വർക്കിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇച്ചിരി ഹെവി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു ഡിസൈൻ തന്നെ ഇതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ച് നോക്കി. അതിലും കുറച്ചുകൂടി വിജലംബിച്ചാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ പിന്നെ ഒരു പണി കിട്ടിയെന്ന് പറയാനായിട്ട് ഞാൻ വീഡിയോ സ്റ്റാൻഡ് മേടിച്ചായിരുന്നേ. അപ്പോൾ ഞാൻ ഇങ്ങനെ, അതായത് ഷോർട്സിൻ്റെ രീതിയിലാണ് ആയിട്ടല്ല ഞാൻ വെച്ചേക്കുന്നത്. നമ്മുടെ ഇച്ചിരി വലിയ സ്ക്രീനിൽ ടൈപ്പായിട്ടാണ് വെച്ചത്. പക്ഷേ വന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പായിപ്പോയി. കാര്യം എനിക്കറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനൊരു പണി എനിക്ക് കിട്ടുമെന്ന്. നിങ്ങൾ കാണുന്നവരതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ ട്രയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ എങ്ങാനും ഞാൻ ചെയ്ത ഡിസൈൻ എങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ച് മാറ്റുന്ന ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണല്ലോ.
അങ്ങനെ എല്ലാം 3 ഡ്രസ്സ് ഞാൻ ട്രയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഒട്ടിച്ചത്. അങ്ങനെ ഇതെല്ലാം ഞാനിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒട്ടിച്ച് വന്നപ്പോൾ തന്നെ ഒരു 11:30 ആയി. അപ്പോൾ എൻ്റെ മോളുടെ അടുത്ത് ഞാൻ പ്രത്യേകം വാക്ക് പറഞ്ഞായിരുന്നു. ഇളയാൾ ഡ്രസ്സ് കണ്ടപ്പോൾ ആൾ പറഞ്ഞായിരുന്നു, അമ്മയ്ക്ക് മോൾക്ക് മാത്രം അമ്മ ചെയ്തുവല്ലോ, അപ്പോൾ എനിക്ക് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് കണ്ണാടി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോള് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ എന്തായാലും ഞാനിത് ചെയ്ത് കാണിച്ചിരിക്കുമെന്നുള്ള ഞാൻ നമുക്ക് വാക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്തു. ആൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പാടെ ഈ ഡ്രസ്സ് കാണിച്ചപ്പോൾ വളരെ സന്തോഷമായിരുന്നു. എന്താ പറയുക, പെൺമക്കളുള്ള അതായത് പെൺകുട്ടികളുള്ള അമ്മമാർക്ക് ചെറിയ രീതിയിൽ തയ്യലൊക്കെ അറിയാൻ വളരെ ഉപകാരപ്രദമാണ്. കാര്യം അവർക്ക് ഡ്രസ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, പിന്നെ അവർ പറയുന്ന ഇഷ്ടത്തിനൊക്കെ നമുക്ക് തയ്ച്ചു കൊടുക്കാമല്ലോ. അക്കാര്യത്തിൽ പെൺകുട്ടികളുള്ള അമ്മമാർ വളരെ ഭാഗ്യവതികളാണ്. ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മറ്റുള്ള കുട്ടികളിൽ നമുക്ക് എന്താ പറയുക, പരീക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് മക്കളുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷിക്കാമല്ലോ. അപ്പോൾ ഏകദേശം അതൊക്കെ ഞാനിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ മിറർ വർക്കുകളും ഇടക്കൂടിയൊക്കെ ഞാനിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മിററും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടൊരു 2-2.5 വർഷത്തോളമായി. 2.5 വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. കാര്യം മേടിച്ച് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അന്നേരത്തെ ഒരു ഇഷ്ടത്തിന് മേടിച്ച് വെച്ചു. അതുപോലെ തന്നെ ഈ ബട്ടൺസും കാര്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ ചേട്ടൻ്റെ പഴയ ഷർട്ടിൽ നിന്നും പിന്നെ അച്ഛൻ്റെ ഷർട്ടിൽ നിന്നൊക്കെ ഞാനിങ്ങനെ മുറിച്ച് മാറ്റി വെക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മാറ്റി വെക്കുന്നത് നമുക്ക് ഇങ്ങനെയുള്ള തയ്യൽ കാര്യങ്ങളിലൊക്കെ യൂസ്ഫുൾ ആകാറുണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ മാത്രം ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഫിനിഷിങ് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഓർത്തു കുറച്ച് നമ്മുടെ ഒരു ഗോൾഡൻ ടൈപ്പിലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ച് നോക്കാമെന്ന് കരുതി. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കൊള്ളാൻ തോന്നിയപ്പോൾ ഇങ്ങനെ മൊത്തം ഞാൻ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും പിറ്റേ ദിവസം ഇതൊക്കെ ഒന്ന് തേച്ചെടുക്കാമെന്ന് കരുതി. ജോലിയെല്ലാം തീർന്നപ്പോഴത്തേനും ഈ ഡ്രസ്സിൻ്റെ പരിപാടിയിലേക്ക് മാറി. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്ലീറ്റൊക്കെ പിടിച്ച് ഒന്ന് തേച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊന്ന് ഫ്ലീറ്റ് പിടിച്ച് തേച്ചതിനേക്കാളും ഭംഗി അങ്ങനെ ഗുമ്മൊന്ന് നിൽക്കുന്നതായിരുന്നു തോന്നി. അറിയത്തില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിച്ചോളൂ, ഏതാണ് ഭംഗി എന്നുള്ളത്. അങ്ങനെ എനിക്ക് ഇത് ഒരു പേടിയുണ്ടായിരുന്നു. കാര്യം ഇത് അയൺ ചെയ്യുമ്പോഴെങ്ങാനും ആ താഴത്തെ ഭാഗം എന്താ ഉരുകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ തട്ടിക്കുട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ തേച്ചെടുത്തു. പിന്നെ അടുത്ത പണിയെന്ന് പറയുന്നത് ബാക്കിൽ ബട്ടൺസ് പിടിപ്പിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ശേഖരിച്ച് വെച്ച കുറേ ബട്ടൺസും കാര്യങ്ങളുമാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ നിന്ന് 2 ഡ്രസ്സിന് അനുയോജ്യമായ 2 ഇതെടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ബാക്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഇലാസ്റ്റിക് ടൈപ്പ് തന്നെയായിരുന്നു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ബട്ടൺസ് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു ബട്ടൺസാണ് കേട്ടോ പിടിപ്പിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇട്ട് കാണിക്കാനായിട്ട് ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് ഇടുമ്പോഴുള്ള പാടാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷേ ഒരു പാടുമില്ല, എളുപ്പം ഇടാൻ പറ്റുന്ന സംഭവം തന്നെയാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ഹുക്കിനേക്കാളും നല്ലത് ഇതായിരിക്കും, പെട്ടെന്ന് ഊരി പോകത്തില്ല. ഹുക്കാണെങ്കിൽ ഊരി പോകും. എനിക്കിഷ്ടം ഇത് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഡ്രസ്സിൻ്റെ ബട്ടൺസും പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ഡ്രസ്സിൻ്റെത് എനിക്ക് തോന്നുന്നു ഈ 2 ഷെയ്ഡ് വന്നിരിക്കുന്നില്ലേ, അതിനകത്ത് ആ ഒരു റെഡ് കളർ ഉണ്ടോ, അതുപോലത്തെ ഒരു ടൈപ്പ് മുത്ത് തന്നെയാണ് എനിക്ക് അടുത്തതിന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ ആ ഫൈനൽ ലുക്ക്. നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിലെ മുണ്ട് കണ്ടിട്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എൻ്റെ തയ്യൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കണ്ട ആ ഡബിൾ ഷെയ്ഡ് കണ്ട, അതിനകത്ത് നിന്ന് സംഭവം ആ കറക്റ്റ് ഒരു ഷെയ്ഡിൽ തന്നെ ബട്ടൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിനകത്തേക്ക് പിടിപ്പിച്ച് കൊടുക്കാം. ഞാനത് പിടിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരാൾ ആ ബട്ടൺസ് പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. ഹലോ കൂട്ടുകാരെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രസ്സൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ മിറർ വർക്ക് എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. എൻ്റെ ഡ്രസ്സിൻ്റെ ഡിസൈൻ ഇതാണ്, ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ. എനിക്ക് ഒരു സെക്കൻഡ്, ആദ്യം പിള്ളേരുടെ ഒന്ന് കാണിച്ചു. ഇത് ഇങ്ങനത്തെ ഒരു വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനത്തെ ഇത് ചെറിയ ഈ സംഭവങ്ങളും കൂടി ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇതൊരു 3-3.5 വയസ്സുള്ള കുട്ടിയുടെ
ഒരു 4 വയസ്സ് വരെയൊക്കെ ഇടാം. ഇച്ചിരി ഞാൻ വലുപ്പത്തിലാണ് തയ്ച്ചേക്കുന്നത് കേട്ടോ. അടുത്തത് ഇളയാളുടേത്. ആൾക്ക് 1.5 വയസ്സേ ഉള്ളൂ. ആൾ ചെറുതാണ്, എങ്കിലും ഞാൻ ഇച്ചിരി വലുപ്പത്തിൽ തയ്ച്ചേക്കുന്നതാണ്. കുട്ടികൾ പെട്ടെന്നല്ലേ വലുതാവുന്നത്. ഈ ഒരു വലുപ്പത്തിന് ഇതെന്നെ മൂത്ത കുട്ടിക്ക് പാകമാണിത്. കണ്ടോ, സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തേക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഇത് മിറർ വർക്ക് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, ഒത്തിരി മിറർ വർക്കും ഡിസൈനും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളത് പിച്ചി വായിൽ വെക്കും. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ടുള്ള ചെയ്തത്. മൂത്താളുടെ കുറച്ചുകൂടി വർക്ക് ചെയ്തത് അവളങ്ങനെ പിച്ചി വായിലൊന്നും വെക്കത്തില്ല, പിച്ചി കളയും. എന്നാലും ഞാൻ ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ളൊരു പശയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ടൈപ്പ് പശ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പോൾ അതിൽ തന്നെ ഇച്ചിരി നല്ല എന്താ പറയുക, പെട്ടെന്ന് പോകാത്ത ടൈപ്പിലുള്ളതാണ് വെച്ചേക്കുന്നത്. പോകത്തില്ലെന്ന് വിശ്വസിക്കുന്നു. എനിക്കത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിൽ ഇതേ ഇങ്ങനത്തെ സംഭവം കേട്ടോ, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇത്രയുമായിരുന്നു ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഷ്ടപ്പെട്ട്, നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. 3 ഡ്രസ്സും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോ. ഞാൻ വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള തയ്യക്കാരിയൊന്നും അല്ല, എങ്കിലും എന്നാൽ കഴിയുമ്പോൾ ഇതൊക്കെ ഞാൻ തയ്ക്കുന്നുണ്ട്. എൻ്റെ കുട്ടികൾക്കും എനിക്കും പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ആൾക്കാർക്കൊക്കെ ഞാൻ തയ്ച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എൻ്റെ തയ്യൽ പരീക്ഷണങ്ങളും അല്ലാതെ എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ. ബായ് പറഞ്ഞ് നിങ്ങൾ പോയേക്കല്ലേ, ഞാൻ തയ്ച്ച ഡ്രസ്സ് ഇട്ട് കാണിക്കണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കി എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അപ്പോൾ ഇനി ടാറ്റ ബൈ. ഓക്കെ, സീ യു.